ബോസ് മലയാളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെയാണ് ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്നത്. പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. നട്ടലില്ലാത്തവരാണ് കയറി വന്നിരിക്കുന്നത്. നട്ടലില്ലാത്തവര് ഒരു സംശയം വേണ്ട. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. അനീഷിന്റെ ലൈഫ് പുറത്തു വരുമെന്ന് പേടിയാണോ അനീഷേ? നട്ടലില്ലാത്ത അനീഷേ? വേണ്ട വേണ്ട, വെറുതെ ധൈര്യത്തെ തൊട്ട് കളിക്കണത്. അങ്ങനെ അയാളെ ഇവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ താൻ ഇത്തിരി വിഷമിക്കും. ഇവൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരുടെയും കോഴ്സ് നേരത്തെ പൂർത്തിയാകും. മനസ്സിലായി കാണോ? അതാ പോയെ ആദ്യം പോയി ആണോടോ നട്ടല് വെച്ചിട്ടോ റബ്ബർ ബാൻഡ്. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി, ഇവിടെ ചെലവാവില്ല. കൊച്ചിപ്പോ പേടിക്കണ്ട, പേഴ്സണൽ ലൈഫ് ഞങ്ങൾ ഇവിടെ കുത്തിപ്പോകൂല. ധൈര്യമായിട്ട് പറയൂ. എന്റെ പേഴ്സണൽ ലൈഫ് ഇവിടെ പറയും. ചൊണക്കുട്ടികളാണെങ്കിൽ 5 പേര് ഞാൻ വെല്ലുവിളിക്കാണ്. നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. വെറുതെ അല്ല ഇവരെ വിട്ടിട്ട് ആ പെണ്ണ് പോയത്. ഡിവോഴ്സ് അല്ലേ? ഞാൻ ഡിവോഴ്സ് പിന്നെ താൻ എന്തിനാണ് വലിയ വർത്തമാനം പറഞ്ഞത്? ലക്ഷ്മി ഒരു ഫീമെയിൽ ഷോവനിസ്റ്റാണ്. ഫീമെയിൽ ഷോവനിസ്റ്റ് അല്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? 5-6 വർഷമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിന്റെ മോനെ പോലും കണ്ടിട്ടില്ല. മോനെ പോലും അതെന്റെ പേഴ്സണൽ കാര്യമില്ല. പലരുടെയും പേഴ്സണൽ കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ അതിൽ ഇടപെടുന്നുണ്ട്. നിങ്ങളൊരു ഫീമെയിൽ ഷോവനിസ്റ്റാണ്. ഫീമെയിൽ ഷോവനിസ്റ്റ് നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മളീ നാട്ടുകാരനല്ലപ്പാ. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? നിങ്ങളുടെ ഫാമിലി പോയ കാര്യം പറഞ്ഞാൽ അല്ലാണ്ട് ഇവിടെ ഭരിക്കാൻ വേണ്ടി നിൽക്കരുത്. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നു.